കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ആ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഒരു തരം താഴ്ന്ന പ്രചാരണ രീതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റൊരു പാർട്ടിക്കാരനായ അന്തരിച്ച ഒരു വ്യക്തിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ പ്രചരണം നടത്തുന്നത്. അത് മറ്റാരുമല്ല, ചാലക്കുടിയിലെ മുൻ MP-യും ഇടതുപക്ഷ സഹയാത്രികനുമൊക്കെ ആയിരുന്ന നടൻ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇന്നസെന്റിനൊപ്പം സുരേഷ് ഗോപി നിൽക്കുന്ന ചിത്രവും അതിനൊപ്പം എല്ലാത്തിനും മുകളിൽ സൗഹൃദം, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന വാചകവും കൂടി ചേർന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ഇന്നസെന്റിന്റെ കുടുംബം തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തങ്ങളുമായി ഒരു കൂടിയാലോചനയും നടത്താതെയാണ് ഇന്നസെന്റിന്റെ ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുരേഷ് ഗോപി ഉപയോഗിക്കുന്നതെന്നും ഇതിനെതിരെ CPM-മായി ആലോചിച്ച് വേണ്ട പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ മകനായിട്ടുള്ള സോണറ്റ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. നമുക്കറിയാം, ഇന്നസെന്റ് എല്ലാ കാലത്തും ഇടതുപക്ഷ ആശയങ്ങളോട് കൂറുപുലർത്തിയ ഒരു നടനായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ചാലക്കുടിയിലെ MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ തക്ക രീതിയിൽ സുരേഷ് ഗോപി ഇത്ര തരം താഴുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, സുരേഷ് ഗോപി തുടക്കത്തിൽ തൃശ്ശൂരിലത്തെ BJP സ്ഥാനാർത്ഥിയായി അംഗീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ മറ്റ് രണ്ട് പ്രബല മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു വിജയപ്രതീതിയൊക്കെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ സുരേഷ് ഗോപിക്ക് തന്നെ നന്നായി അറിയാം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ വോട്ട് പടവലങ്ങ പോലെ താഴോട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. 2019 സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ലഭിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 28.19%. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സുരേഷ് ഗോപിയും ആ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് വെറും 19%. അതായത് 28% നിന്നും കുത്തനെ 19%ത്തിലേക്ക് BJPയുടെ വോട്ട് വിഹിതം 2019 നിന്നും 2021 എത്തുമ്പോൾ കുത്തനെ താഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് സുരേഷ് ഗോപിയെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം 2019 ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. ശബരിമല എന്നൊരു വലിയ വിഷയം അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ ആളി നിന്ന ഒരു സമയമായിരുന്നു 2019. അതോടൊപ്പം നരേന്ദ്രമോദിക്ക് പുൽവാമയ്ക്ക് ശേഷമുണ്ടായ പ്രത്യാക്രമണത്തിലൂടെ ലഭിച്ച ഒരു വലിയ മൈലേജും ഒക്കെ ഗുണം ചെയ്തു. പക്ഷേ ഈ അനുകൂല ഘടകങ്ങളൊന്നും 2024 ശക്തമായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലെയും പോലെ തൃശ്ശൂരിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടക്കണം സുരേഷ് ഗോപിക്ക്. അപ്പോൾ എന്ത് തരം താഴ്ന്ന പ്രചരണ രീതിയും അതിനെ അവലംബിക്കാമെന്നതാണ് ഇപ്പോൾ BJPയുടെയും സുരേഷ് ഗോപിയുടെയും ഒരു നയം. അതുമാത്രമല്ല, BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കുറച്ച് നാളുകളായി ലഭിക്കുന്ന തിരിച്ചടികൾ, പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അടുത്തതിന് ശേഷം ലഭിച്ച 3 പ്രധാന തിരിച്ചടികളിൽ നിന്നും കരകയറാൻ ഇതുവരെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യത്തേത് ചെമ്പു കിരീടവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു മാധ്യമ പടയുമായി സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ പള്ളിയിലെത്തി ഒരു സ്വർണ്ണ കിരീടം മാതാവിന് സമ്മാനിക്കുന്നത്. എല്ലാവരെയും അത് അത്ഭുതപ്പെടുത്തുകയുണ്ടായി. കാര്യം, BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഹിന്ദുമത വിശ്വാസിയായ സുരേഷ് ഗോപി എന്തിന് തൃശ്ശൂരിലെ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം നൽകി എന്ന ചോദ്യങ്ങൾ അപ്പോഴേ ഉയർന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തുകാരനായ സുരേഷ് ഗോപി എന്തിനാണ് തൃശ്ശൂരിലെ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം നൽകുന്നത് എന്ന ചോദ്യവും ഉയർന്നു. പക്ഷേ യഥാർത്ഥ ചോദ്യങ്ങൾ ഉയർന്നത് ഈ സ്വർണ്ണ കിരീടം സമ്മാനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടുത്തെ പാരിഷ് കമ്മിറ്റി, പള്ളിയിലെ പാരിഷ് കമ്മിറ്റി തന്നെ ഒരു ചോദ്യം ഉയർത്തുകയുണ്ടായി. അതായത് ഈ സ്വർണ്ണ കിരീടത്തിൽ മുഴുവൻ സ്വർണ്ണമില്ല എന്നത്. അവസാനം സുരേഷ് ഗോപി തന്നെ സമ്മതിക്കുകയുണ്ടായി, എൻ്റെ കെൽപ്പിനൊത്തൊരു കിരീടമാണ് ഞാൻ നൽകിയത്. അതായത് ചെമ്പ് കിരീടത്തിൽ സ്വർണം പൂശിയാണ് സുരേഷ് ഗോപി നൽകിയത് എന്ന ആരോപണത്തിന് ബലമേറുന്ന ഒരു പ്രതികരണമായിരുന്നു സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായത്.
എന്തായാലും അത് ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ ഇമേജിനെ വളരെ പ്രതികൂലമായി ബാധിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതായിരുന്നില്ല. ഗുരുവായൂർ വെച്ച സുരേഷ് ഗോപിയോട് കോയമ്പത്തൂർ സ്വദേശിനിയായ ഒരു മലയാളി അമ്മയും മകളും സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. തൻ്റെ മകൾക്ക് ഗുരുതരമായ അപൂർവ രോഗം ബാധിച്ചിരിക്കുകയാണെന്നും അവളുടെ ചികിത്സയ്ക്കായി സഹായിക്കണമെന്നുമായിരുന്നു ആ അമ്മയുടെ അപേക്ഷ. ആ അമ്മയോട് പോയി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. പക്ഷേ ആ മറുപടി ഫലം ചെയ്തു. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുകയും അദ്ദേഹം ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ ബന്ധപ്പെടുകയും വീണ ജോർജ് നേരിട്ട് ഈ പെൺകുട്ടിയെയും അവരുടെ അമ്മയെയും ബന്ധപ്പെട്ട് മുഴുവൻ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കിയ തിരിച്ചടി ചെറുതല്ല. ഇതുപോലെ തന്നെയായിരുന്നു മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സംഭവം. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സംഭവം ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. സുരേഷ് ഗോപി ആവർത്തിച്ച് ആ പെൺകുട്ടിയുടെ ആ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് കൈവയ്ക്കുന്നത്, അവളുടെ അനുവാദമില്ലാതെ സ്പർശിക്കുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. അത് സുരേഷ് ഗോപി എന്ന നന്മമരം ഇമേജിനുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ കരകയറാനാണ് ഇന്നസെന്റിനെ പോലെ ഒരു ഇടതു സഹയാത്രികന്റെ, ഒരു മുൻ ഇടത് MP ചിത്രം പോലും ഉപയോഗിച്ച് സുരേഷ് ഗോപി പ്രചരണം നടത്തുന്നത്. എന്തായാലും ആ പ്രചരണങ്ങൾക്ക് ഇപ്പോൾ കുടുംബം തന്നെ എതിർ നിൽക്കുകയാണ്. കുടുംബം തന്നെ പരാതി പാർട്ടിയുമായി ആലോചിച്ച് നൽകും എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപിക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.